കഴിഞ്ഞ 5 വർഷത്തിലധികമായി മാറഞ്ചേരിയിലെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് മാറഞ്ചേരിയിലെ പൗരാവകാശ സംരക്ഷണ സമിതി. ഈ പൗരാവകാശ സംരക്ഷണ സമിതി വില്ലേജ് ഓഫീസുകൾ, പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, ഹോസ്പിറ്റൽ, പൊതുമരാമത്ത് വകുപ്പ്, ഇതിലൊക്കെ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അധികാരികളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേയുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഒരു രാഷ്ട്രീയ കക്ഷിയോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കക്ഷിയോടോ ഒരു താല്പര്യമോ ഒന്നും കൂടാതെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ, ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രയാസപ്പെടുന്നതായ ഒട്ടനവധി കാര്യങ്ങൾ ജനശ്രദ്ധയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുടെയും മറ്റു ആധികാരിക സ്ഥാപനങ്ങളുടെയൊക്കെ ഇടയിലും മന്ത്രിതലം വരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈയിടെ കഴിഞ്ഞ ദിവസം നടന്ന ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കൊടുത്ത ഒരു സ്നേഹാദരവ് സ്വീകരണവും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതിൽ എല്ലാ പ്രമുഖരെയും, എല്ലാ രാഷ്ട്രീയ കക്ഷി ജാതി മതമന്യേ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ LDFന്റെ ജനപ്രതിനിധികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതിലുള്ള കടുത്ത പ്രതിഷേധം ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരു പൗരന്റെ കൊടുക്കുന്ന സ്നേഹാദരവ് എന്ന് പറയുന്ന അത് ഒരു ഓണറിംഗ് ആണ്. ആ ഓണറിംഗ് പൗരന് കൊടുക്കാനും അത് ജനപ്രതിനിധി സ്വീകരിക്കാനും ബാധ്യസ്ഥരാണ്. അത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഞങ്ങൾ ഇതുപോലെ ജനോപകാരപ്രദമായ കാര്യങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടും വരും കാലങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.